ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുത്തുമണികളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു. യാ റബ്ബേ, ഇന്നലെ അതിൽ വന്ന കമൻറ്റ് എൻ്റെ മോനെ ചോദ്യ കമൻറ്റുകളാണ്. പൈസ കൊടുത്തിട്ട് സംസാരിക്കുക, നിങ്ങൾ കുടുംബത്തോട് ടൈപ്പാണോ, പിന്നെന്താ എന്താ അവൾ പറഞ്ഞ സത്യമാണ്, അങ്ങനെ തേങ്ങ വാങ്ങാൻ ഒരു 170 കമൻറ്റ് വന്നിട്ട് ഗൈസ്. ഞാനെല്ലാം വായിച്ചു. ഒന്നിനും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ റീപ്ലൈ കൊടുക്കാൻ തന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും റീപ്ലൈ കൊടുക്കണം. അപ്പോൾ ഒരു വീഡിയോയ്ക്കാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. റീപ്ലൈ കൊടുക്കാൻ തന്നെ മണിക്കൂറോളം ഇരിക്കേണ്ടി വരും, ഒരു ദിവസം ഫുള്ളായിട്ട് ഇരിക്കേണ്ടി വരും അതിന് മൊത്തത്തിന് റീപ്ലൈ കൊടുക്കണേ. അതായത് നമ്മൾ ഒരു കമൻറ്റിന് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ വേറെ കാര്യം വന്ന് ചോദിക്കും, പിന്നെ അതിൻ്റെ അടിയിൽ അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. പൈസ കൊടുക്കില്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഗൈസ്. അവൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കുറച്ച് സമയം ചോദിച്ചു. കുറച്ച് സമയം ചോദിച്ചു, ഇന്ന സമയത്ത് തരാൻ പറ്റുള്ളൂ. പക്ഷെ അവൾ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കിവിടെ എത്തി ഉടനെ എൻ്റെ ക്യാഷ് എൻ്റെ കൈ കെട്ടണം പറഞ്ഞു. നമ്മുടെ കയ്യിൽ പണം കഴിക്കണം മറന്നില്ല ഗൈസ്, അന്ന് പൊട്ടിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കടം വാങ്ങിയത് ശരിയാണ്, കടം വാങ്ങി തിരിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞത് തുടങ്ങി പ്രശ്നം. ഇമ്മാൻ്റെ അടുത്ത് 1-2 പറഞ്ഞിട്ടുണ്ടോളൂ. എൻ്റെ ഉമ്മാക്ക് ഓൾറെഡി ഓരോ അസുഖങ്ങളുണ്ട്. ഓരോ BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, അത് ഇത് പറഞ്ഞിട്ട് കുറേ അസുഖങ്ങളുണ്ട്. കുറേ മരുന്നും കഴിക്കണം. ഇഷ്ടം പോലെ മരുന്ന് വീട്ടിലിരിക്കുന്നുണ്ട്. ഒരു ഡപ്പ് ഫുള്ള് മരുന്ന് അമ്മാൻ്റെ. രാവിലെ വൈകുന്നേരം രാത്രി ഉച്ചയ്ക്ക് ഒക്കെ കഴിക്കണ കുറേ മരുന്നുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് അവൾ ഇങ്ങനെ പറയും. അപ്പോൾ ഉമ്മാക്ക് ഇത് ടെൻഷനായിട്ട് ഉമ്മ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കരച്ചിൽ പിടിച്ചിൽ അത് ഇത് മറ്റേ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്കിതെല്ലാം കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല കൈ തരിച്ചിട്ട് തന്നെ വരും. ഞാൻ പറഞ്ഞു പൈസ അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരിൽ തല്ലൂടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അവൾക്കൊരു ഇതായില്ല, ഫുള്ള് സീനാക്കി. അവൾ വിളിക്കാത്ത ഒരാളില്ല ഗൈസ്. വാപ്പാക്ക് ഉമ്മാക്ക്, ഉമ്മാടെ വാപ്പാക്ക്, ഉമ്മാൻ്റെ ഉമ്മാക്ക് ആക്കെ മരിച്ചു പോയിട്ട്, എൻ്റെ വല്യമ്മയൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായി. വല്യപ്പാനൊന്നും ഞാനേ കണ്ടിട്ടില്ല. ഈ 10-23 വയസ്സായി എനിക്ക്. ഈ വയസ്സിൽ ഞാനേ കണ്ടിട്ടില്ല. അവരിനെ അടക്കം വിളിച്ചോളൂ. അത്രയും ഇഷ്യൂസ് ഉണ്ടാക്കി, വൻ പ്രശ്നം പറഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നമാക്കി. എന്നിട്ട് എൻ്റെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഈ പൈസയ്ക്ക് വേണ്ടി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അച്ചാലും പിച്ചാലൊക്കെ പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ പൈസ കൊടുക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പൈസ കൊടുക്കും, ഒരു ടൈം ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ശേഷമാണ് ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ബാഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേഷനിൽ പോയിട്ടുള്ള പ്രശ്നങ്ങളായത്. അവിടെ സാറുമാർ എന്നോട് ഡേറ്റ് തന്നു. ആ ഡേറ്റിന് 15,000 കൊടുക്കണം പറഞ്ഞു. ആ ഡേറ്റിന് നമുക്ക് 15,000 കൊടുക്കാൻ പറ്റിയില്ല. അവനിക്ക് വർക്കും അവൻ വന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ പണിയില്ലാണ്ട് തേരാപ്പാര നടക്കുമായിരുന്നു. പണിയും തരമൊന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു. എവിടെയും പോകാൻ പറ്റില്ല, പണിയില്ല. ഒന്നാമത് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പണിയില്ലാത്തതുകൊണ്ട് പൈസ ആ ടൈമിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരു 5 ദിവസത്തിൻ്റെ അടുത്ത് പണി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10-15,000 റുപ്യ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം നീ 10 കൊണ്ടായിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനാണ് കൊടുത്തത്. ആ 10,000 ഞാൻ എൻ്റെ കൈയും കൊണ്ട് കൊടുത്താണ്. പിന്നെ അതിൻ്റെ ബാലൻസ് ഒരു 10-15,000 റുപ്യൻ്റെ അടുത്ത്, 15,000-ത്തിനുള്ളിൽ അത്ര ബാലൻസ് വൈസ് കൊടുക്കാനുള്ളൂ. അതിനാണ് 1 ലക്ഷം തരാണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണത്. അവിടെ നടന്നോട്ടെ. പിന്നെ ഈ കമൻറ്റ് ബോക്സ് ഓണാക്കിയിട്ടും കൊണ്ടാണ് അത് കമൻറ്റ് വരുന്നത്. കമൻറ്റ് വന്നോട്ടെ, വായിക്കേണ്ടത് ഞാൻ വായിക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് കമൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് പറയണം തോന്നി. കൊടുക്കില്ല എന്ന് ഒരിക്കലും കഴിച്ച് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇന്നലെയും കൂടി പറഞ്ഞോളൂ ആ പൈസ അത്രയും പെട്ടെന്ന് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലേ ആയി. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നായിട്ടാണ് വർക്ക് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ പൈസ ഞാൻ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അവനിക്ക് പണിയില്ല, അവനിക്കിപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് പണിയില്ല. അവനിക്ക് പെയിൻറ്റിങ്ങിൻ്റെയും ടൈൽസിൻ്റെയും വർക്കില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ അത്രയും ഡിലേ ആകുന്നത്. അവിടെ സ്റ്റേഷനിൽ സമയം ചോദിച്ചിട്ടുണ്ട്, അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 1 ലക്ഷം തരാണ്ട്, 2 ലക്ഷം തരാണ്ട്, 3 ലക്ഷം തരാണ്ട് ഇങ്ങനെ പറഞ്ഞ് നടന്നോട്ടെ. അവൾ ഈ 47,000 കൊടുത്തതിന് കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും. ഈ 10,000 കൊടുത്തതിന് കണക്ക് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. പൈസ കൊടുത്തതിന് കണക്കൊന്നും അവൾ പറയില്ല, വാങ്ങിയതിൻ്റെ കണക്ക് മാത്രമേ പറഞ്ഞു നടക്കുള്ളൂ. പിന്നെ ഞങ്ങൾ പോയി ചോദിച്ചല്ലേ ഗൈസ്. പിന്നെ വേറെ എന്തൊരു കമൻറ്റ്, നിങ്ങളുടെ കുടുംബത്തോടെ എങ്ങനെ ഗൈസ്? ഒരാളോ 2 വിചാരിച്ച ഞങ്ങളുടെ കുടുംബത്തിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പറ്റില്ല. പടിഞ്ഞാറക്കര കുടുംബം എന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഈ പടിഞ്ഞാറക്കര കുടുംബം ലോകം മുച്ചൂടുണ്ട്. ഈ നെല്ലിക്കാട് മൊത്തം ഉണ്ട് പടിഞ്ഞാറക്കര കുടുംബം. ഇതിനെ 1-2 വിചാരിച്ചാൽ ആ കുടുംബത്തിന് മാനം കെടുത്താൻ പറ്റില്ല. അത് മനസ്സിലാക്കണം ആൾക്കാർ.
അതിന് പടിഞ്ഞാറക്കര കുടുംബം മൊത്തം മോശമാണ്, നിങ്ങളുടെ കുടുംബക്കാർ മൊത്തം ഇങ്ങനെയാണ്, അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് പറഞ്ഞാൽ പറഞ്ഞോട്ടെ, അതിനൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എനിക്കും കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. നാണം കയറില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ പടിഞ്ഞാറക്കര കുടുംബത്തിൽ ഇപ്പം ജീവനോടെ ഇരിക്കണവർ, അവർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളാരും വിചാരിച്ചാൽ കേട് വരില്ല എന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ വിചാരിച്ചാലും ഈ പടിഞ്ഞാറക്കര കുടുംബം കേട് വരുത്താൻ ആർക്കും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് പറയണം തോന്നിയതാണ്. ഇന്നലെ തന്നെ എനിക്ക് ഈ വീഡിയോ ഇടണം അല്ലെങ്കിൽ ലൈവ് ഇട്ട് കാര്യങ്ങൾ പറയണം തോന്നിയതാണ്. പക്ഷേ ഇന്നലെ പിന്നെ വർക്ക് കഴിഞ്ഞ് വന്ന് നേരം വൈകി, പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ പോയി നല്ല ലാഗായി, വരാൻ കുറച്ച് ടൈമായി. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ 2-3 കമൻറ്റ്, എന്തിനാ മോനെ നീ ടെൻഷൻ, വീഡിയോ ഇടുമ്പോൾ എത്ര ടെൻഷൻ എന്നൊക്കെ ചോദിച്ചു. ടെൻഷനൊന്നുമില്ല ഗൈസ്, എനിക്കെന്തിനാ ടെൻഷൻ? ഇതൊക്കെ വലിയ ടെൻഷൻ വന്നിട്ട് ഞാൻ ടെൻഷൻ അടിച്ചൊന്നുമില്ല ഗൈസ്. പിന്നെ വേറെ എന്തോ ഒരു കമൻറ്റ് കൂടി കണ്ടല്ലോ, എന്തൊക്കെയോ കുറേ കമൻറ്റ് കണ്ടു ഗൈസ്. കുറേ വായിച്ചു, പക്ഷേ നല്ല കമൻറ്റും ഉണ്ട്. പൈസ, പിന്നെ ആ പൈസ അത് ഫസ്റ്റ് ഞങ്ങളോട് പറഞ്ഞത് എന്താ റൗഫോ അങ്ങനെ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിയതാണെന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു അവളുടെ പൈസയാണ്, എനിക്ക് ഓരോരുത്തർ അയച്ചെന്ന പൈസയാണ് പറഞ്ഞു. പിന്നെ പറഞ്ഞു യൂട്യൂബിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ച് ഉണ്ടാക്കിയ പൈസയാണെന്ന്. അത് എങ്ങനെ കിട്ടിയ പൈസ ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 100 രൂപ കടം വാങ്ങി നാളെ കൊടുക്കാൻ പറ്റില്ല, ഞാൻ മറ്റന്നാൾ പൈസ അവിടെ കൊടുക്കും. പക്ഷെ പറഞ്ഞ വാക്കും വാപ്പാക്കും ഉമ്മാക്കും വിളിച്ച ആ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല പൈസ. നിങ്ങൾ എൻ്റെ വീഡിയോ, ഞാൻ എത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ അവളിനെ ഞാൻ വല്ല തെറിയോ എന്തെങ്കിലും വിളിച്ചത് ഷാജിദ എന്നല്ലാണ്ട് ഞാൻ അവളെ ഒരു തെറി വിളിച്ച വാക്കുകൾ അതിലുണ്ട് പറഞ്ഞേരി. ഒന്നിലും ഉണ്ടാവില്ല ഗൈസ്, ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ കൂടെ വന്നിട്ട് ഞാൻ ഒരിക്കലും തെറി വിളിച്ചിട്ടില്ല. എനിക്കറിയാം ഞാനും തെറി വിളിച്ചാൽ ഞാനും അവളും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത പോലെ ആകും. അതുകൊണ്ട് ഞാൻ തെറി വിളിക്കാൻ നിന്നിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് പറയാൻ. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്നലെ കാണാൻ തന്നെ സമാധാനം കിട്ടിയില്ല. അതൊന്ന് പറയണം. ഇന്നലെ രാത്രി തന്നെ ഇടണം വിചാരിച്ച വീഡിയോ, പക്ഷേ ഇന്നലെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് റോട്ടിക്ക് ഇറങ്ങി, പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും ടൈമായി. 9-10 മണിക്ക് വീടെത്തി. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തരാം. ഇന്നിപ്പോൾ വർക്കുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാറുണ്ടാ, ഈ വീഡിയോ ഒന്ന് ഇട്ടിട്ട് പോവുക എന്നുള്ള ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണം. ഇന്നലെ അവിടെ ഇട്ട കമൻറ്റ് ഇന്ന് ഇവിടെയും വരണം കേട്ടോ. ഇതിന് ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് റീപ്ലൈ നിങ്ങൾ പറയും. 100 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനറിയാം. ഞാനൊരാളുടെ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കാൻ പറ്റില്ല, ഞാൻ പറയാം അളിയാ ഇന്ന് പൈസ ഇല്ലാട്ടോ നാളെ തരുള്ളൂ, അവരൊരു ഓക്കെടാ. അല്ലാണ്ട് വാപ്പാക്കും ഉമ്മാക്കും കുടുംബക്കാർക്കും മൊത്തം വിളിച്ചിട്ടില്ല അവരാരും. അങ്ങനെയൊക്കെയാണ് കഴിച്ച കാര്യങ്ങൾ. അല്ലാണ്ട് പൈസ കൊടുക്കില്ല, പൈസ കൊടുത്തിട്ട് നീ സംസാരിക്കുക എന്നൊക്കെ കുറേ കമൻറ്റ് വന്നു. പിന്നെ ഒന്നാമത് ഞാനല്ല ക്യാഷ് കൊടുക്കാൻ, പിന്നെ എൻ്റെ ചോരയാണ്, എനിക്കും അതിൽ പങ്കുണ്ടാവുമല്ലോ. എൻ്റെ ബാക്കിയാണ് അവൻ. അതുകൊണ്ടാണ് കഴിച്ച് ഞാൻ അന്ന് ആ 10,000 കൊടുത്തത്. ഇനി ഇതിൻ്റെ പിന്നാലെ നൂലുമാല പറഞ്ഞ് നടക്കണ്ടല്ലോ കൊണ്ടാണ് ഞാൻ ആ പൈസ എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, വീഡിയോ എല്ലാവരും മാക്സിമം കാണുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലും സബ് ചെയ്യട്ടോ. കുറേ പേര് ചാനൽ സബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നത്. എല്ലാവരും ചാനൽ സബ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, ബൈ.